എനിക്ക് പിന്നെ ഇതിൻ്റെ നേതാവ് വർഗീസല്ല, വേറെ നേതാക്കൾ ആരെങ്കിലും ഉണ്ട്? വേറെ ഒന്നും അന്നില്ല, വേറെ വർഗീസ് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നീടാണ് ഈ പത്മനാഭൻ ഇവരൊക്കെ വരുന്നത്, വർഗീസ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ. അന്നൊക്കെ വർഗീസ് ഒറ്റയ്ക്കാണ് ആദ്യത്തെ പ്രവർത്തനം പുള്ളിയാണ് ചെയ്യുന്നത്. അത് വന്ന് ഇവർ ഇതായി. ഈ സമുദായം എങ്ങനെയാണ് വർഗീസിനെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടാവുക? കാരണം വിശ്വാസത്തിലെടുക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മറ്റുള്ളവർ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവരിങ്ങനെ കാര്യങ്ങൾ പറയും. എന്തെങ്കിലും വിശന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത ജമ്മിൻ്റെ വീട്ടിൽ പോകും. അതിന് മുന്നേ ആരെങ്കിലും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വന്നിട്ടുണ്ടോ? ആരൊക്കെ ഉണ്ടായിരുന്ന പോലും എനിക്കറിയില്ല. അങ്ങനെ എന്തായിട്ട് ഉണ്ടായിരുന്നാണ്. EMS ഒക്കെ ഇവിടെ ഒളിവിൽ താമസിച്ച സ്ഥലം ഇതൊക്കെ, ഈ പ്രദേശം മുഴുവൻ. അവർക്ക് പോലും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അത്രയും ഭക്ഷണമൊക്കെ കഴിക്കും. വർഗീസ് അതല്ല, വർഗീസ് വന്നാൽ ഞങ്ങളോട് ഇങ്ങനെ വർത്താനം പറയും, ഞങ്ങളോട് തന്നെയല്ലേ. എന്നിട്ട് വിശമ്പോ വേഗം ഞങ്ങൾ കഞ്ഞിക്ക് നോക്കാമെന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞ് വേഗം നോക്കാൻ അറിയുമെന്ന് പറയും. എന്നിട്ട് അവിടുന്ന് നമ്മൾ എന്ത് വെച്ച് കൊടുക്കുന്നു അത് അവിടെ ഇരുന്ന് കഴിക്കുന്നു. കഴിച്ചിട്ട് എല്ലാവരും കൂടി അങ്ങനെ നടക്കുന്നു. അത് നടക്കുമ്പോൾ പിന്നെ അതന്നെ വലിയ കാര്യമില്ല. ഞങ്ങളൊരു ഗ്ലാസ് വെള്ളം കുടിക്കാത്തവർ ആ സ്ഥലത്തു നിന്നാണ് വേറൊരു ചങ്ങായി വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും വലിയ ഇതായി, ബഹുമാനമായി. എന്നിട്ട് എല്ലാവരും വിളിക്കുക എങ്ങനെയാണല്ലോ, ഞങ്ങളൊരു ബഹുമാന പേരുണ്ട്, പെരുമെന്ന് പറയും. പെരുമെന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനത്തോടു കൂടിയാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാം. അല്ല, അതൊരു ഒരു സ്ഥാനം. ഞങ്ങളതിൽ ഏറ്റവും വലിയ ആളങ്ങനെ വിളിക്കാം. എന്നെ കണ്ടാലും ആൾക്കാർ എൻ്റെ വർഗത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ പറയാം, എന്നാ ആ കരിമ പെരുമൻ വരുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ അപ്പോൾ പുള്ളി ഇനിയും പെരുമാന്നാ വിളിക്കാം. അതാണ് ഏറ്റവും വലിയ സ്ഥാനത്ത് അങ്ങനെ എഴുത്താം. ആ വന്നു കഴിഞ്ഞാൽ ഇനി എല്ലാവരുമായിട്ടും വളരെ ലോകിയാണ് അവിടെ. അതല്ല, എല്ലാവരെയും അറിയും. ഈ തിരുനെല്ലി തൃശ്ശൂരിലുള്ള എല്ലാവരും ആൾക്കാരെയും അറിയും. രാത്രിയായി പോയി. അപ്പോൾ ഒരു വീട്ടിലെ ആരുമില്ല, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ പുള്ളി വന്നാൽ അവിടെ പായ് പിടിച്ചാൽ കൊടുക്കും, അവിടെ കിടന്നോളാൻ പറയും. വൈകുന്നേരം ആകുമ്പോൾ ആ രാത്രി ആണുങ്ങൾ ഏതെങ്കിലും പോയിട്ട് തിരിച്ച് വരുമ്പോൾ ആരാന്ന് ചോദിച്ചാൽ ആ പെരുമനാന്ന് പറഞ്ഞ് ആ അക്ഷരമിനുള്ള അത്രയും വിശ്വാസം. അങ്ങനെ വിശ്വാസം കയ്യിലെത്തിയിരിക്കുന്ന ആളാണ്. അപ്പോൾ ആളുമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നി, ഇയാളാണ് ശരി. ബാക്കിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കലും ഞങ്ങളെ പേടിപ്പിക്കുന്നില്ല. ഇതാണ് ശരി. ആൾ വരുന്ന ഞങ്ങളെ എന്തൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് കാണണം വലിയ പേടിയായി. അപ്പോൾ ഇവർ ഒരു പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചു, കർഷക തൊഴിലാളി യൂണിയൻ്റെ മീറ്റിംഗ്. മീറ്റിംഗ് ഓരോരുത്തരും വീട്ടിലാണ്. അത് ഇവരെ കമ്മിറ്റി ഉണ്ട്. മാമനായിട്ട് സെക്രട്ടറിയാണ്. വർഗീസ് അതിൽ പോകുന്നുമല്ല, ഒരു ഭാരവാക്കിയല്ല. പിന്നെ ഒരു ധൈര്യം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരു കുർശന. അയാൾ പ്രസിഡന്റ്, മാമനിൻ്റെ സെക്രട്ടറി. അത് ഇവർക്ക് രണ്ടാക്കി കുറച്ച് വർത്തമാനം പറയാനും ഇതൊക്കെ ആയിട്ട് തൻ്റെ ഇടം. അതുകൊണ്ട് ഇവർ രണ്ടാളെ ഇതാക്കിയതാണ് എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ അത് മാത്രം. പുള്ളി എപ്പോഴും കൂടെ ഉണ്ടാവും. ഇതിൻ്റെ നേതൃസ്ഥാനത്ത് ആകുന്നില്ല. ഇവർ ആ കമ്മിറ്റി എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനം നടപ്പിലാക്കാം. അത് നടപ്പിലാക്കുമ്പോൾ പുള്ളി ഉണ്ടാവും, കൂടെ ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്യണമെന്ന് അറിയില്ല. ആദ്യമൊക്കെ അത് പറഞ്ഞിരുന്നു കമ്മിറ്റി ഉണ്ടാകുന്നതിന് മുന്നേ. കാരണം ഇവരൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഇതന്നെ പിന്നെ മുന്നോട്ടെത്തില്ല. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ കൂടാ, അത് കൂടെ ഉണ്ടാവും. ആ ഇതായപ്പോഴത്തേക്കും എനിക്ക് തോന്നി പുള്ളിനെ കാണണം. ഇതുവരെ കേട്ടിട്ടുണ്ട് ഇതെന്നറിയാമെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചത് ഇവിടെ മാമൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവർ ഇതായപ്പോഴത്തേക്കും അവിടെ വീട്ടിലല്ലേ ഇത് മീറ്റിംഗ്. ഞാൻ എല്ലാം മീറ്റിംഗ്. അപ്പോൾ ഈ തൃശ്ശൂരിന്ന് പല ആൾക്കാരും വരും. എല്ലാവരും വരുമ്പോൾ ഓരോരുത്തൻ ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ എടുത്തിട്ട് വരും. മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വെറുതെ പോവില്ല. കാരണം ആ വീട്ടുകാരനെ ബുദ്ധിമുട്ട് പോവില്ല.
എല്ലാവരും കഴിയുന്നത് എടുത്തിട്ട് വരും. എന്നിട്ട് അവിടെ വന്നിട്ട് ഇത് മാസത്തിലാണോ കൂടുക, ആഴ്ചയിലാണോ? എപ്പോൾ അവർക്ക് അർജൻറ്റ് തോന്നുന്നു ആ സമയത്ത് ചെയ്യും. ഇന്ന ടൈമൊന്നുമില്ല. അത് ഇവർ മീറ്റിംഗ് ചെയ്യുന്നപ്പോൾ ഞാൻ അവിടെ വന്നിരുന്നു. ഞാനിങ്ങനെ കോലായിൽ ഇരിക്കാം. ഇരിക്കുമ്പോൾ ആദ്യം വന്ന് വർഗീസ് കയറി വന്നു. വർഗീസ് കയറി വരുമ്പോൾ ഒന്നും മാമനൊന്നും അവിടെ ഇല്ല. ഞാനുണ്ട്, മാമിയുണ്ട്, പിന്നെ മാമീൻ്റെ ഒരു ചെക്കനുണ്ട്, നാരായണൻ പറഞ്ഞിട്ട് അവനുണ്ട്. അവനും അവിടെ ഉണ്ട്. ഞാൻ ഓനെ കളിപ്പിച്ചിട്ട് അവിടെ നിൽക്കുന്നു. അവൻ ചെറുതാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ കയറി വന്നിട്ട് എനിക്കറിയില്ലല്ലോ. അതെ, ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. അത് വന്നപ്പോഴത്തേക്കും ഇത് വന്നത് പുലി വിളിച്ചു, കാലിനില്ല ഇവിടെ നിന്ന്. അപ്പോഴത്തേക്ക് മാമി കേട്ടു. മാമിക്കറിയാലോ ശബ്ദം കേട്ടതേ. മാമി വേഗം അകത്ത് ഓടി വന്നത് ഒരു പായ എടുത്തിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു അത്തി വിളയാന്ന് പറഞ്ഞു. അത്തി വിളയെന്ന് കയറിയിരിക്കുന്നതാണ്. ഭാഷ എല്ലാം മനസ്സിലാവും, പറയും ചെയ്യും. അങ്ങനെയാ അത്ര ഇതായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന ഉള്ളയാന്ന്. അത്തി വിളയെന്ന് പറഞ്ഞ് കയറിയിരിക്കുന്നു. അതാണ് കാരണം മുറ്റത്ത് നിന്ന് തന്നെ വിളിക്കുന്നു. അപ്പോൾ കയറിയിരിക്കുന്നു പറയുന്ന പായ ഇട്ട് കൊടുത്തിട്ട് അന്നൊരു കോലയുണ്ട്. ആ കോലയില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാ പറഞ്ഞു അത് വർഗീസ് പെരുമാൻ. അപ്പോഴാണ് ഞാൻ കാണുന്നത് നേരിട്ട് നല്ലൊരു ചെറുപ്പക്കാരൻ. ഞാൻ എൻ്റെ ആദ്യത്തെ ധാരണ എങ്ങനെയാണെന്നറിയാം, ഇവരൊക്കെ പെരുമെന്ന് പറയുമ്പോഴേ കുറേ പ്രായം വലിയതൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ ധാരണ ഉണ്ടായിരുന്നത്. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ആളെ മനസ്സിലാവും. നല്ലൊരു ചെറുപ്പക്കാരൻ. അന്ന് ഏതോ മീറ്റിംഗ് വന്നപ്പോൾ ചുവപ്പ് ഷർട്ടാന്ന് തോന്നുന്നു. അത് ഇട്ടിട്ടാണ് വന്നത്. ഒരു മുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആദ്യം കാണുന്നത്. ഇത്ര നല്ല ചെറുപ്പക്കാരനാണ് ഇവർ. നല്ല ഭംഗിയുണ്ട്, നല്ല മീശയൊക്കെ വെച്ച് ഉക്കരനിതായിട്ട് എന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നെ അറിയാം. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അതെ, അത് മാമൻ പറഞ്ഞിട്ട് അറിയാം. അപ്പം എന്നോട് ചോദിച്ചു കയ്യനല്ല എന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. ഞാനാരാന്ന് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിപ്പോൾ മാമി പറഞ്ഞപ്പോൾ എനിക്കറിയാം, ഇതുവരെ അറിയില്ലായിരുന്നു. ഇതിന് മുന്നേ നീ എന്നെപ്പറ്റി കേട്ടിട്ടില്ലെന്ന്. കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയുള്ള ആളാണെന്ന് എനിക്കറിയില്ല. ഇത്രയുള്ള ആളാണെന്ന് എനിക്കറിയാം. ഞാൻ വിചാരിച്ചു കുറേ പ്രായമുള്ള ആളാണ്, വയസ്സനാണെന്ന് ധരിച്ചതെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു വയസ്സന്മാർ ഈ കുന്നും വരെയൊക്കെ കയറി നടക്കണം. നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്കല്ലേ അതൊക്കെ പറ്റും. വയസ്സായവരൊക്കെ അവിടെ ഇരിക്കട്ടെ, അവർ ചെറുപ്പക്കാർ കയറി നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എത്രയുള്ള പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ സംഗതി പറഞ്ഞു. എനിക്കറിയാം നീ നിൻ്റെ മാമനെ പറ്റിച്ചതല്ലേ, എന്നിട്ട് എന്താ വന്നിരിക്കുന്നു. എടാ ഒരാഴ്ച കൊണ്ട് എവിടെ പേര് വിട്ടോ. പുള്ളിയാണ് ആദ്യം എന്നോട് ചോദിക്കുന്നത്. അതുവരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല, കാരണം അവർക്കറിയില്ലല്ലോ. എന്നോട് പറയാം, എടാ പേര് വെട്ടണമെങ്കിൽ 15 ദിവസം കഴിയണം. അതും നിൻ്റെ ഇവിടെ വീട്ടിലെ കത്തൊക്കെ അയച്ച് അതിന് മറുപടി വരുന്നുണ്ടോയെന്ന് കണ്ണൊഴിച്ച് ചെയ്തതിന് ശേഷം സ്കൂളിൽ നിന്നൊക്കെ പേര് വെട്ടും. നീ ആരെയായി പറഞ്ഞു കെട്ടിക്കുന്നേ? അത് ഞാൻ സംഗതിയൊക്കെ പറഞ്ഞു. പറഞ്ഞു നർത്തകോളം പോയിക്കോളം പഠിക്കാം, നല്ലോണം പഠിക്കണം. അത് പറഞ്ഞ് ഇപ്പം കണ്ടില്ല ഇവരൊക്കെ സമരം ചെയ്യുന്ന എത്ര ഇതിലാണ്. അപ്പം നിങ്ങളൊക്കെ പഠിച്ചതിന് വലിയ ഇതായി കഴിഞ്ഞാൽ പിന്നെ ഈ സമരത്തിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ. നിങ്ങളൊക്കെ എന്താ പറഞ്ഞാൽ പോരെ. എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിന് വന്നാൽ ഒരുത്തൻ്റെ കാല് പിടിക്കണ്ടേ, നിങ്ങൾക്കത് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ പറഞ്ഞ് കുറേ ഉപദേശമൊക്കെ തന്നു. അവിടുന്ന് അങ്ങനെ ഇരുന്ന് അപ്പോഴത്തേക്ക് മാമി അന്ന് ചായ ഇതൊക്കെ വെച്ച് അന്ന് കൊടുത്ത് അതൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഇന്ന് ഓരോരുത്തൻ വരാൻ തുടങ്ങി. ഓരോരുത്തൻ വരുമ്പോൾ പിന്നെ ഞാൻ നേരെ അകത്ത് പോയി ഞാൻ അവിടെ ഇരുന്നു. ഇവരെ മീറ്റിങ്ങിൽ ഇതൊന്നും നമുക്ക് ബാധകമില്ല. എന്നോട് മാമൻ പറഞ്ഞ് നീ അകത്ത് പോയിരുന്നു. ഞാൻ അവിടെ പോയി ചെക്കനെ കളിപ്പിച്ചു. ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പോയതിന് ശേഷം പിന്നെ എനിക്ക് പുള്ളിനെ അങ്ങനെ കാണണം, കുറേ കൂടി സംസാരിക്കണം എന്നൊക്കെ ആയി. അങ്ങനെ ആയിട്ട് പിന്നെ
പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഉം. എങ്ങനെയെങ്കിലും നോസ് അറിയും ഞാൻ. ഉം. മെല്ലെ അവിടെ ചെല്ലും. ഉം. ചെന്നിട്ട് കൂടെ പോകും. എവിടെയാണോ പോകുന്നത് അവിടെ പോകും. അവിടെ പോകും. ഉം. അവിടെ ചെന്നിട്ട് കൂടെ പോകും. ഉം. കൂടെ കൂട്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും. ഉം. അപ്പോഴാണ് പുള്ളി കുറേ ഇങ്ങനെ ഉം. രാഷ്ട്രീയത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും.